ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ കടക്കാം ഒന്ന് ഒരു സീരീസ് ആയിട്ട് തുടങ്ങുകയാണ്. 7 ദിവസം വരെ കേട്ടോ. പറ്റുന്ന വിചാരിക്കണം. ഞാൻ ശരിക്കും 5 മണിയൊക്കെ 3 മണിയായപ്പോൾ എണീറ്റ് ശരിക്കും. എന്നിട്ട് പിന്നെ എനിക്ക് കുറേ വീഡിയോസിന് കുറേ കാര്യങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു. കുറച്ച് പരിപാടികളൊക്കെ നോക്കിക്കഴിഞ്ഞ് ഞാൻ പിന്നെ ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ ഒരു 5:45 എണീക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിനിച്ചേട്ടൻ കണ്ണനെ നോക്കാമെന്ന് പറഞ്ഞിട്ട്, ഞങ്ങളൊക്കെ മേലെയാണ് കിടക്കുന്നത്. അപ്പോൾ വിനിച്ചേട്ടൻ കണ്ണനെ നോക്കാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ വിനിച്ചേട്ടൻ ഉറക്കം പോകുമല്ലോ. അപ്പം ഞാൻ ഒരു 5:45 എണീക്കാമെന്ന് വിചാരിച്ചപ്പോൾ കറക്റ്റ് ആ സമയത്ത് കണ്ണൻ എണീറ്റ് കേട്ടോ. എന്നിട്ട് പിന്നെ കണ്ണനെ പതിയെ ഉറക്കി തട്ടി ഉറക്കി. ഈ താലി ഒന്നിട്ടില്ല അല്ലേ, ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ താലി ഇടണം. എന്നിട്ട് 6 മണിയായപ്പോൾ ഞാൻ വേഗം നൈസായിട്ട് രക്ഷപ്പെട്ടു പോകുന്നു കേട്ടോ. ഭയങ്കര ഒരു ത്രില്ലായിരുന്നു ശരിക്കും. കാരണം നമ്മൾ അവിടെ വീട്ടിലേക്ക് തൃപ്രയാർ അമ്പലത്തിലെ വെടി നേരെ കേൾക്കോട്ടെ ഇങ്ങോട്ട്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഉറക്കം പോലും വരുന്നതായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഈ ഒരു റൂട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ വിളക്ക് കൊളുത്തുക, നാമം ചൊല്ലുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ പണ്ടത്തെ കാലത്തൊരു കുട്ടിയാണ് കേട്ടോ ഞാൻ, എൻ്റെ മൈൻഡ്.
പക്ഷെ ഇപ്പോഴത്തെ മൈൻഡും ഉണ്ട്, പക്ഷെ എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ ആക്ച്വലി ഭയങ്കര സന്തോഷമാണ്. ഞാൻ നമ്മോട് ഇങ്ങനെ പറയാം, നമ്മ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റും, ഇതൊക്കെ ചെയ്യാൻ പറ്റും. പറഞ്ഞു നോക്കി നോക്ക്. ചേട്ടൻ ഓക്കെ എന്ന് പറഞ്ഞതൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു 7 days കറക്റ്റ് നമുക്കൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. വൈകുന്നേരം 9 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഹോപ്പ് യു ലൈക്ക്. പിന്നെ ഇനിയിപ്പം വിളക്ക് വെളുത്തലൊക്കെ കഴിഞ്ഞ് നാമം ചൊല്ലി ഞാൻ രാമായണം എനിക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ്. ഭയങ്കര കടിച്ച പൊട്ടാത്ത വാക്കുകൾ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പണ്ട് മുതലേ. അങ്ങനത്തെ ഒരു എന്താ പറയുക ഭ്രാന്തത്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് രാമായണം ഭയങ്കര ഇഷ്ടം വായിക്കാൻ. പിന്നെ ഇത് നല്ല സിമ്പിളായിട്ട് വായിക്കാം കേട്ടോ. ഭയങ്കര കട്ടയായിട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും കുഴപ്പമില്ലാതെ വായിക്കാം. പിന്നെ ലളിതാ സഹസ്രനാമം കൂടെ വായിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ എല്ലാം കൂടെ സമയം കിട്ടിയില്ല. പക്ഷെ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാം. ഞാൻ മാക്സിമം ഫുള്ളായിട്ട് വായിച്ച് തീർക്കാൻ പറ്റുന്നില്ല, പക്ഷെ എങ്കിലും മാക്സിമം ഞാൻ വായിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഏതോ ഒരു വർഷം ഞാൻ മുക്കാഭാഗമൊക്കെ എത്തി, പക്ഷെ ആ സമയത്ത് പിന്നെ പീരീഡ്സ് ആയി. പക്ഷെ ഇത് ഞാൻ ശരിക്കും ഭയങ്കര ബ്ലെസ്ഡ് ആണ്, കാരണം എൻ്റെ പീരീഡ്സ് ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ കഴിഞ്ഞേ ഉള്ളൂ. കുറച്ച് നാൾ മുന്നേ അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 10 days ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി പീരീഡ്സ് ആവില്ല എന്നുള്ള സമാധാനം ഉണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു ഈ ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ട് പീരീഡ്സ് ആവുമോ, പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഒക്കെ കൊള്ളാവോ എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഭാഗ്യം പീരീഡ്സ് ആയില്ല. അപ്പോൾ ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. പക്ഷേ ഇബേച്ചി കുറച്ചെങ്കിൽ വരും, അമ്മ അപ്പോൾ എണീക്കും. അപ്പം നമുക്കിനി മുക്കുറ്റിയും കൊണ്ട് കൂറി ഉണ്ടാക്കാം കേട്ടോ. അപ്പം മുക്കുറ്റി അവിടെ ഉണ്ട്, അപ്പം അടുത്തിട്ട് പൊട്ടിക്കട്ടെടാ. വാ, കേറ്റ് പാർട്ടിയെ തുറക്കട്ടെ, കണ്ണെങ്ങാനും എണീക്കും. എന്ത് രസമാണ് ശരിക്കും രാവിലെ എണീക്കണം കേട്ടോ. എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എണീറ്റ് പണികളൊക്കെ ചെയ്യാം. പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നും നടക്കണ കാര്യമല്ല. പക്ഷെ നമ്മൾ ഇതുപോലെ ഇപ്പൊ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നും ആക്ച്വലി ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് കേട്ടോ. ഞാൻ വേറെ സാധനം കാണിച്ചു തരട്ടെ. ഇവിടെ ഒരു മരം ഉണ്ട് കേട്ടോ, ഇതിൽ നിറയെ എന്താ പിന്നെ പേര്, ബെറീന്ന് എന്തൊരു പേര് ഞാൻ കാണിച്ചു, താഴെ വീണ് കിടപ്പുണ്ട്. നല്ല രസമാണ്, ടേസ്റ്റ് ആണ്, കാണാനും ഒക്കെ ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഞാൻ കാണിച്ചു തരാം, മരം കാണിച്ചു തരാം. ഉണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ മരം കേട്ടോ. താഴെ കിടക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് മുറ്റിച്ച് ഒന്ന് പൊട്ടിക്കാം. എല്ലാരും വിചാരിക്കും ഞാനെന്താ ഫോണൊക്കെ പിടിച്ച് കിടക്കണത്, ശരിക്കല്ലേ അറിയുള്ളൂ. ഓക്കേ, കിട്ടി. അപ്പൊ നമ്മൾ മുക്കുറ്റി കുറി റെഡി ആയിട്ടുണ്ട്. മക്കളൊന്നും എണീറ്റിട്ടില്ല തോന്നുന്നുണ്ട്, നല്ല ഉറക്കാ തോന്നണേ. നമുക്കിന്ന് തൃപ്രയാർ അമ്പലത്തിൽ പോകണം. എനിക്ക് ചേട്ടനെ പറ്റുകയാണെങ്കിൽ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. ചേട്ടൻ പോരുമോന്ന് അറിയില്ല. ശരിക്കും കുറച്ചൊന്നിങ്ങനെ കുറുകണം കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് തൊടാം. ഇപ്പൊ കുട്ടികളൊക്കെ എണീറ്റ് അവരൊക്കെ വരുമ്പോഴേക്കും അവർക്ക് കൊടുത്തു വിടാം. വേണോ ഇത് നെക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ. ശരിക്കും ഇത് കഴുത്തിൽ ഇടാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഹാപ്പി രാമായണ മാസം അങ്ങനെയല്ലേ പറയാ. ഓക്കെ, ബൈ. അപ്പൊ ഞാൻ മക്കളെ എണീപ്പിക്കട്ടെ. ഇനിയിപ്പോ ചിമ്പൂന് എന്താ പാൻ കേക്കാണ് കൊണ്ടുവന്നത്. ഉച്ചത്തേക്ക് ചോറ് ചെറുപയറാണ്. പിന്നെ നമ്മൾ ഈ ഒരു വീക്ക് ഫുള്ള് ആരും നോൺ കഴിക്കുന്നില്ല. അത് ആക്ച്വലി ഭയങ്കര ഹാപ്പി തോന്നുന്നുണ്ട്. ശരിക്കും ഇന്നലെ വൈകുന്നേരം സംക്രാന്തിക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ, പക്ഷെ ഇന്നലെ അമ്മ ചിക്കൻ കറിയിലെ കഷ്ണങ്ങൾ ഇട്ടത് കുറെ എല്ലിന്റെ കഷ്ണങ്ങളാണ് കൂടുതൽ. ഇറച്ചി ഭാഗങ്ങൾ ഒക്കെ അമ്മ മാറ്റി വെച്ചു, 7 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്.
അപ്പോ ഞാൻ കഴിച്ചപ്പോ ഞാൻ ഇച്ചിരി ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറേ ചിക്കൻ എടുത്തു. ബിൻചേട്ടൻ അതുപോലെ കുറച്ച് ചോറ് കുറേ ചിക്കൻ ബിൻചേട്ടൻ കഴിച്ചു. അപ്പൊ ചിക്കൻ കറി ഫുള്ള് കഴിഞ്ഞു. അതൊരു സമാധാനമായി കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ കിച്ചണില് ചിക്കനൊക്കെ എല്ലാം കഴിഞ്ഞ് നോണൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര ഒരു ഐശ്വര്യം അപ്പം തന്നെ വന്നു കേട്ടോ. അപ്പൊ എന്നാ ശരി, നമുക്ക് പാൻ കേക്ക് പരിപാടിക്ക് പോയി. ഞാൻ മേലൊന്ന് പോയി നോക്കട്ടെ അത്. കാരണം ഇന്നിപ്പോൾ വലിയ പരിപാടി ഇല്ലല്ലോ. പിന്നെ അമ്മ എണീക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മേലെ ഒന്ന് പോയി നോക്കട്ടെ. കണ്ടെങ്ങാനും എണീച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി അവനൊന്ന് പോയിട്ടൊന്ന് പാല് കൊടുത്ത് സെറ്റ് ആക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂഡ് ഔട്ട് ആവും. ഓ, എന്താണ് കുറിയിട്ടാ കുറിയിട്ടാ ഞാൻ ജസ്റ്റ് മെയ്ഡ് എന്നെ കൊട്ടിടാറുണ്ടല്ലേ. എങ്ങനെയുണ്ട് എന്റെ കർക്കിടകം മാസം വ്ളോഗ്? ചേച്ചി ഇന്നേ പാൻ കേക്കാണ് കേട്ടോ. പാൻ കേക്കും ചെറുപഴം. ആ, നേരത്തെ എണീക്കുന്ന വെച്ചു, പക്ഷെ കണ്ണൻ സമ്മതിച്ചില്ല, കിടക്കായിരുന്നു എത്രയായിരുന്നു. അപ്പം അങ്ങനെ അതേ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ദേ രാത്രി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലമ്പായിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒക്കെ വൃത്തിയാക്കി വെച്ചിരുന്നു. പക്ഷേ സോഫ എന്ത് പറ്റിയെന്നറിയില്ല, കുറച്ച് അലമ്പായിരുന്നു. എനിക്ക് എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് കിടക്കണം കേട്ടോ. പിന്നെ അത് ജനലൊക്കെ തുറന്നിട്ടു. ഇനിയിപ്പം നമുക്ക് നേരെ മക്കളെ ഒന്ന് പോയി നോക്കാം കേട്ടോ. കാരണം കണ്ണനെങ്ങാനും എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ പാൽ കുടിക്കാതെ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോഴും ഒരു മൂഡ് ഔട്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇവരൊക്കെ ഇവരൊക്കെ നടക്കുന്നത് കാണുമ്പോൾ അവർ പിന്നാലെ നടക്കും കേട്ടോ. അപ്പോൾ വിനിച്ചേട്ടൻ സക്സസ്ഫുള്ളായിട്ട് ചെയ്തോ എന്നൊക്കെ ചോദിച്ച് തംസ് അപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. വിനിച്ചേട്ടൻ ഉള്ളത് കൊണ്ട് ഇതൊക്കെ നടക്കണു, അല്ലെങ്കിൽ എങ്ങനെ നടക്കണു. അപ്പം ഇന്നതേ അപ്പൂസനെ ഇന്നിപ്പോൾ നമ്മൾ വലിയ പോസിറ്റീവ് മൂഡൊക്കെ ഇട്ട് വരല്ലേ, പക്ഷേ ഇന്ന് അപ്പൂവിന് നല്ല നെഗറ്റീവ് മൂഡാണ് കേട്ടോ. അപ്പു ഇന്നലെ ഇച്ചിരി എഴുതായിരുന്നപ്പം ആൾക്ക് ഉറക്കം വരാമെന്ന് പറഞ്ഞിട്ട് വിട്ടു, എഴുതിയില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ എഴുതി കൊടുക്കാമെന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, ആ ശീലങ്ങൾ തുടങ്ങി വെച്ചെങ്കിൽ ചിലപ്പോൾ പെട്ടുപോകും. പിന്നെ ചിലപ്പോൾ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നേ. അപ്പം ഇനി ഇത് 2 ചന്ദനമൊക്കെ ഇട്ട് കൊടുത്ത് അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ പച്ചക്കുറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ജിമ്പുവൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് മുക്കുറ്റിയാണ്, പിന്നെ നമ്മൾ രാമായണ മാസത്തിന് നമ്മൾ തൊടുന്നതാണ്. എന്താ റീസൺ എന്ന് ചോദിച്ചില്ലേ ഭാഗ്യത്തിന് കേട്ടോ. അപ്പോൾ ഒന്ന് വമ്പൻ അലമ്പായിരുന്നു. പക്ഷേ കുറേ നേരം കരഞ്ഞ് ആരും മൈൻഡ് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നുണ്ട്. പിന്നെ പപ്പടമൊക്കെ എടുത്ത് വയ്ക്കാൻ ജിമ്പുവിൻ്റെ ബോക്സിലൊക്കെ ആക്കാനും, പിന്നെ അതുപോലെ ജിമ്പുവിൻ്റെ ബോക്സ് റാപ്പ് ചെയ്യാനും ഒക്കെ ആൾ കൂടി കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പാൻ കേക്കായിരുന്നു. അപ്പോൾ തേന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുപ്പി ഇരിക്കുന്നുണ്ടോ, അത് തേനിൻ്റെ കുപ്പിയാണ്. അത് വടിച്ചെടുത്തിട്ടാണെങ്കിൽ ജിമ്പുവിന് കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കരച്ചിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പാൻ കേക്കിൽ പഞ്ചസാര വേണം, ഓരോന്ന് പറഞ്ഞ് കരയായിരുന്നു ഗൈസ്. നമ്മളിങ്ങനെ പോസിറ്റീവ് ഉണ്ടാക്കുമ്പോൾ പോസിറ്റീവ് ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ ഓടിപ്പോകും കേട്ടോ. പക്ഷേ കറക്റ്റ് സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് പോയിട്ട് പോസിറ്റീവ് വിനിച്ചേട്ടൻ വന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യുന്നറിയാതെ ഇങ്ങനെ അലമ്പായിട്ട് നിൽക്കുകയായിരുന്നു. കാരണം മഴ ചാറുന്നുണ്ട്. കണ്ണനാണെങ്കിൽ എൻ്റെ കൂടെ പോരാൻ കരയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ അമ്മയുടെ കൂടെ പോകുന്നില്ല. അപ്പൂനാണെങ്കിൽ ചെരുപ്പിടണം, ബസ് വരാനായി. അപ്പോഴാണ് നമ്മൾ ലൈഫ് സേവർ വിനിച്ചേട്ടൻ വന്ന് ഇട്ട് തന്നത് ഗൈസ്. അങ്ങനെ ദേ അമ്മയും മക്കളും ഒരു മോളും കൂടെ പോണു. അടുത്ത അമ്മയും മക്കളും പോകുന്നു. ഇത് നമ്മൾ ആഷിയും ഫാമിലിയാണ് കേട്ടോ. അങ്ങനെ അവരൊക്കെ ദേ യാത്രയാക്കി 8 മണിയായപ്പം ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ദേ നല്ല ഹെവി മഴയാണ്. ഞാനൊന്ന് സൗണ്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. എന്ത് ഭയങ്കര സൗണ്ടായിരുന്നെന്നറിയോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മഴയ്ക്ക് ഇങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര വലുതായിട്ടൊരു ഇടിയങ്ങ് പൊട്ടി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോച്ച് ഡയറ്റിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ശരിക്കും വാം വാട്ടറും ബദാമുമാണ് കഴിക്കേണ്ടത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റും ഒന്നും എടുക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ വയ്യാതാവും. ബ്രേക്ക്ഫാസ്റ്റോട്ട് ആയിട്ടുമില്ല. അപ്പം ഞാൻ ഇന്നൊരു പഴവും ബദാമും കൂടിയാണ് കഴിച്ചത്. നാളെ തൊട്ട് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയൊക്കെയാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നുള്ളത്. റോഡൊക്കെ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ.
കേട്ടോ. അമ്പലത്തിൻ്റെ അവിടെ എത്താനായപ്പോഴേക്കും ഒരു ബ്ലോക്ക് കിട്ടി. കാരണം ഇനിയിപ്പോൾ ഫുള്ള് ബ്ലോക്കായിരിക്കും. കാരണം നാലമ്പലത്തിൻ്റെ സീസൺ തുടങ്ങുമല്ലേ. എൻ്റെ പൊന്നോ, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് തോന്നണം. ഞാനിന്നിപ്പോൾ അനിയത്തിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ. അനിയത്തി പറയായിരുന്നു, ചിഞ്ചു പറയായിരുന്നു, ഓ നിനക്ക് എന്ത് സുഖമാണ്, നിനക്ക് അങ്ങോട്ട് പോവാമല്ലോ, ശ്രീരാമസ്വാമിനെ കാണാമല്ലോ. സത്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണല്ലേ. അതിനിടയ്ക്കാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. ചെരുപ്പ് ഇവിടെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ സൈഡിലാണ് ഫുള്ള് ചെരുപ്പുകൾ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണം തൊട്ട് മുന്നേ ഒരു സെക്യൂരിറ്റി ചെരുപ്പുകളൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തങ്ങ് മാറ്റിയുള്ളല്ലേ. എവിടെ ചെയ്യേണ്ടെന്ന് പറയണോ അവിടെ ചെയ്യും. അതല്ലേ റിയൽ സംഭവം അല്ലേ. പിന്നെ ഇപ്പോൾ നല്ല രസമാണ് കേട്ടോ അമ്പലത്തേക്കൊക്കെ ഉള്ളിൽ കയറാനൊക്കെ ആയിട്ട്. കാരണം ഇങ്ങനെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നനയൊന്നുമില്ല. പിന്നെ അന്നദാനത്തിനൊക്കെ ആൾക്കാർ ഇത് ഇപ്പോഴേ ഇരിക്കുന്നുണ്ട് കേട്ടോ. 11 മണി ഇങ്ങോട്ട് സമയത്ത് ഇങ്ങോട്ട് തോന്നുന്നുണ്ട് അന്നദാനം. പിന്നെ എന്ത് രസം, ഭയങ്കര പ്രൗഡ് ഫീലിംഗ് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ അടുത്തുള്ള അമ്പലത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുകയെന്ന് പറയുമ്പം ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ച് പണ്ട് കാലത്ത് മുന്നേ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ മണ്ണിലൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോണു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ പൊക്കത്തിലൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോണു. എന്ത് രസമാണ്. പിന്നെ ഇത് നമ്മളെ മീനൂട്ടിൻ്റെ ആൾക്കാരൊക്കെ, നമ്മളിപ്പോൾ എപ്പോഴും അമ്പലത്തിൽ പോകുന്നുണ്ട്, അവിടുത്തെ സ്റ്റാഫിനൊക്കെ നമുക്കറിയാം, നമ്മളറിയാം കേട്ടോ പിള്ളേരൊക്കെ കാണുമ്പം. അപ്പം എല്ലാവരും പുറത്താണ് പായസത്തിൻ്റെ, അവലിൻ്റെ, പിന്നെ ഈ മീനൂട്ട്, വെടിവഴിപാട് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ടും ആൾക്കാരൊക്കെ പുറത്ത് ഇങ്ങനെ ക്യൂവിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ക്യൂ ആയിട്ട് നമുക്ക് അവിടെ കൗണ്ടറിൽ പോയിട്ട് നിൽക്കണം എന്നൊന്നുമില്ല. സുഖമാണ് കേട്ടോ ഇപ്പോൾ. ഹേ ഗൈസ്, അങ്ങനെ അടിപൊളിയായിട്ട് തൊഴുതു കേട്ടോ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നൈസ്. ഞാൻ വിചാരിച്ചു തിരക്കുണ്ടെങ്കിൽ പുറത്തും തൊഴുകു പോകാന്ന്, പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അയ്യോ, കമ്മലും മാലയും ഒന്നും ഇട്ടിട്ടില്ല. വീട്ടിൽ പോയിട്ട് വേണം ഇടാൻ. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി ഇവിടുത്തെ ഒരു ഓട്ടാണ്. 9:30 നമ്മള് കോച്ച് വരും. എനിക്ക് വേഗം വാമപ്പൊക്കെ ചെയ്തിട്ട് സെറ്റ് ആവണം. ഓക്കെ, ബൈ ബൈ ബൈ. അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങി ലക്ഷ്മി ഹോട്ടൽ കണ്ടപ്പോൾ കയറാൻ തോന്നി. പക്ഷെ കുട്ടികളില്ലാത്തതുകൊണ്ട് കയറാൻ തോന്നിയില്ല കേട്ടോ. പിന്നെ ഓടി ഞാൻ പഴം ഇതൊക്കെ പിന്നെ ഞാൻ കഴിച്ചല്ലോ. വിൻചേട്ടന്റെ ടീഷർട്ടിലാണ് വന്നെ. പക്ഷെ കണ്ട വയറൊക്കെ എങ്ങനെ, ഇത് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുന്നത്തെ ടീഷർട്ടാ തോന്നുന്നുണ്ട്. അല്ലല്ല, ശങ്കരാതിരെ ക്ലീനിങ് കഴിഞ്ഞപ്പോ കിട്ടിയതാട്ടോ കബോർഡ്ന്ന്. പക്ഷെ ഇവിടേക്ക് കണ്ട ബൾജ് ചെയ്തിരിക്കുന്നു ഗൈസ്. പക്ഷെ ഇതിങ്ങനെ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കും, സെറ്റ് ആക്കും. ബിക്കോസ് അതിന്റെ പിന്നിൽ നമ്മളെ കോച്ച് ഉണ്ട്. ഓക്കെ, അതെ. ഇന്ന് പറയണ്ട, ഇന്ന് കാർഡിയോ ആയിരുന്നു എൻ്റെ പൊന്നോ. നല്ല ഹെവി ആയിരുന്നു. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് കാർഡിയോ, ഫുൾ ബോഡി വർക്കൗട്ട്, പിന്നെ അതിൽ ലെഗ്, എനിക്കെല്ലാം ചെയ്യണത് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ റോപ്പ് എന്നെ എന്താ പറയുക തോൽപ്പിച്ച് കളയും ഗൈസ് സംടൈംസ്. കാരണം അങ്ങ് വിചാരിക്കണ പോലെ എത്തില്ല. കോച്ച് പറയും കേൾ അങ്ങോട്ട് അറ്റത്തെത്തട്ടെ എന്ന് പറയും കേട്ടോ. ഇന്നിപ്പോൾ ദേ എനിക്ക് ജിമ്മിൽ കുറച്ചൊക്കെ ഒരു പരിചയമുള്ളൊരു പെൺകുട്ടിയാണ്. ആളത് മസ്കറ്റിലേക്ക് പോവുകയാണ്. അപ്പം ഇന്ന് യാത്ര പറയുകയാണ്. നല്ലൊരു സ്റ്റുഡൻ്റായിരുന്നു കോച്ചിൻ്റെ. നല്ല പെർഫെക്ഷനായിട്ട് ആൾ ചെയ്യും കേട്ടോ. കോച്ചിൻ്റെ എന്താ പറയുക പ്രാക്ടീസ് ത്രൂ അത് തന്നെ. അപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ദേ ഞാനിത് എടുക്കുകയാണ്. ഇത് കാണുമ്പം ഒട്ടും ഇതൊന്നും ഇല്ലെന്ന് തോന്നും. പക്ഷേ ഗൈസ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ദേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യുന്നതാണ്. അതും നല്ല ഹെവി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിൻചേട്ടനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ ഓഫീസിൽ പോകാനായോ എന്ന്. വിൻചേട്ടൻ പറഞ്ഞു ഇല്ല വന്നോന്ന് പറഞ്ഞു. പക്ഷേ ഗൈസ് 11 മണിക്ക് ഞാൻ ബസ് കയറിയതാണ്. 11:30 ആയി കേട്ടോ ബസ് എടുത്തപ്പം. പിന്നെ പറയാ ചുമ്മാ അത് ആർട്ടിഫിഷ്യൽ ആയിരിക്കും. ഞാൻ എത്തുന്നതിന് മുന്നേ വെച്ചാണ് പറഞ്ഞു ഞാൻ പോകണം, നേരം വൈകിയത് കേട്ടോ. പക്ഷെ ഞാൻ ബസ് ഇറങ്ങി അങ്ങനെ നടന്നു വരുമ്പോ ബാക്കില് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശരി, ബൈ. അപ്പൊ ഹാപ്പി കർക്കിടം 1. നമുക്ക് ഞായറാഴ്ച അമ്പലത്തിൽ പോകണം കേട്ടോ പിള്ളേരെ കൊണ്ട്. കണ്ണൻ ഉറങ്ങിയിട്ടില്ല, അവിടെ അടുക്കളയിലിരുന്ന് ഫുഡ് കഴിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് അച്ഛമ്മയുടെ കൂടെ. കെട്ടിപ്പിടിച്ച് റൂം കൊടുക്കട്ടെ. എനിക്ക് ശരിക്കും ജിമ്മിൽ നിന്ന് വരുമ്പോ അവൻ ഉറങ്ങുകയാണെങ്കിൽ ഭയങ്കര ഒരു പാവം തോന്നും കേട്ടോ. പാലൊന്നും കുടിക്കാതല്ലേ ഉറങ്ങാ. അങ്ങനെ വിൻചേട്ടനൊരു കുഞ്ഞിക്ക് സർപ്രൈസ് തന്നു. കണ്ണനെ പോയി കാണട്ടോ. ഓക്കേ,
ഗൈസ് നല്ല ഹെവി മഴയാണ് കേട്ടോ. അപ്പൊ ഞാനിത് വന്നു കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് കേട്ടോ. ഇത് വിൻചേട്ടന്റെയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാണ് കേട്ടോ. അപ്പം കണ്ണനെ ഉറക്കി 12 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ കഴിക്കുന്നത് നമ്മൾ അവലല്ല, എനിക്ക് എപ്പോഴും ഈ ഉപ്മാവിന്റെ പേര് മാറും. സേമിയ ഉപ്മാവും ഒരു എഗ്ഗും കേട്ടോ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് തൊട്ട് ഡയറ്റിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഡയറ്റിന് ചാർട്ട് ഇന്നലെ തന്നിട്ടുണ്ട്, ഇന്നലെ മിനിങ്ങാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് തൊട്ടാണ് ഞാൻ പരിപാടി തുടങ്ങുന്നത്. അപ്പൊ നോൺ കഴിക്കാത്തത് കൊണ്ട് അപ്പൊ അതിന്റെ ഓൾട്ടർനേറ്റീവ്, അതായത് പനീർ അല്ലെങ്കിൽ സോയ, അതൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ വൈകുന്നേരം ഞാൻ പനീർ എടുക്കും അതിന് പകരം. അങ്ങനെയാണ്. അപ്പൊ നോൺ കഴിക്കാത്തത്, പക്ഷെ എഗ്ഗ് കഴിക്കുന്നുണ്ട് കേട്ടോ. എഗ്ഗ് വെജിറ്റേറിയനിൽ പെട്ടതാണല്ലോ. എന്റെ ദീപമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇന്നൊരു സാരിയുടെ വ്ളോഗ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോ വീക്കെൻഡ് അല്ലേ, അപ്പൊ ഒരു വീഡിയോ ഞാൻ സ്റ്റെപ്പ് ക്യൂളിക്ക് ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നാളെ എനിക്ക് തൃപ്രയാർ അമ്പലത്തിൽ പോകണമെന്നുണ്ട്. പ്ലാൻ ചെയ്ത പോലെ നടക്കുമെന്ന് എനിക്ക് അറിയില്ല, കാരണം നാളെ ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്, മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകണമെന്നൊക്കെ പ്ലാനിങ് ഉണ്ട്. രണ്ടുപേരും കൊണ്ടാന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല, നാളെ പോവാൻ പറ്റുമോന്നും അറിയില്ല. എനിക്ക് 7 ദിവസം കുളിച്ച് വിളക്ക് കൊളുത്തി നാമം ചൊല്ലി അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണ് റീസൺ എന്നുള്ളത് ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. ആക്ച്വലി എനിക്കിന്ന് ഇത് എടുത്തപ്പോ തന്നെ ആക്ച്വലി എനിക്കൊരു പോസിറ്റീവ് സാധനം എനിക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്താന്നുള്ളത് ഞാൻ 7th ഡേ, അതായത് ഇതിന്റെ ലാസ്റ്റ് ഞാൻ പറയാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയാം അല്ലെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെയും വിനിച്ചേട്ടന്റെയും ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം ആവാനായിട്ടുണ്ട്. അപ്പോ മക്കളൊക്കെ ആവുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വേറെ എന്താ പറയാ, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ സംസാരിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. സംസാരിക്കാൻ ഇഷ്ടംപോലെ സമയം അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു കുട്ടിയായി, 2 കുട്ടിയായി, 3ാമത്തെ കുട്ടിയായി. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള അകലം ഒത്തിരി ആയിട്ടുണ്ട്. പിന്നെ വിനിച്ചേട്ടൻ ഓഫീസിൽ നിന്ന് രാവിലത്തെ കാര്യം പറയാം. അതായത് ഞാൻ രാവിലെ എണീറ്റ് റെഡി ആവണു, മക്കളെ റെഡി ആക്കണു. അത് കഴിഞ്ഞ് വിനിച്ചേട്ടൻ നേരെ ജിമ്മിൽ പോകുന്നു. അത് കഴിഞ്ഞ് വിനിച്ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ നേരെ ജിമ്മിലേക്ക് പോകണു. എന്നിട്ട് ഞാൻ ജിമ്മിൽ തിരിച്ചു വരുമ്പോഴേക്കും വിനിച്ചേട്ടൻ നേരെ ഓഫീസിൽ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് രാത്രി വിനിച്ചേട്ടൻ എപ്പോഴോ വരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറയാറുണ്ട്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭയങ്കര കുറവുണ്ട് അങ്ങനെയൊക്കെ. അപ്പം ദാമ്പത്യ ജീവിതത്തിൽ ആക്ച്വലി ഭയങ്കര ഇടയ്ക്ക് ഒരു എന്താ പറയാ, ഒരു നീരസം ഇടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തൃപ്രയാറ് പോയ സമയത്ത്. ബുക്സിൽ വായിച്ചു ഞാൻ ഈ രാമായണ മാസത്തിൽ നമ്മളൊരു നോമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാമ്പത്യത്തിന്റെ കാര്യത്തില് എന്താ പറയാ, ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. അതൊക്കെ വിശ്വാസമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ. അതായത് രാവിലെ എണീച്ച് വിളക്ക് കൊളുത്തി രാമായണം വായിച്ച് ലളിതാ സഹസ്രനാമം വായിച്ച്, ആക്ച്വലി അതൊരു അടിപൊളി കാര്യമാണ് എന്നും നാമം ചൊല്ലുക. പക്ഷെ എന്നൊന്നും നമുക്ക് നടക്കണം എന്നില്ല. പക്ഷെ അത് താല്പര്യമുള്ളവർക്ക് എന്നും ചെയ്യും ചെയ്യാട്ടോ. അപ്പൊ ഇന്ന് തൊട്ട് ഇങ്ങനെ 7 വരെ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് മാസം മുഴുവൻ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും എന്തായാലും പീരീഡ്സ് ആവും, പിന്നെ എന്തായാലും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പൊ ഒരു 7th വരെ നമുക്ക് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ട് ഞാൻ ആക്ച്വലി ഇങ്ങനെ മാക്സിമം എന്താ പറയാ, ഇങ്ങനെ കുറെ ഷോട്ടുകളൊക്കെ എടുത്ത് ബ്യൂട്ടിഫുൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യാൻ കുറെ റിസർച്ച് ഒക്കെ ചെയ്തിട്ടൊക്കെയാണ്. കാരണം അത് അത്രമാത്രം വലിയ സംഭവമാണെന്നല്ല ഞാൻ പറയണേ. എങ്കിലും ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടൊക്കെയാണ് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പം കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളെ സപ്പോർട്ടാണ് എന്റെ ഓരോ ദിവസത്തെയും ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയാ, കീപ് സപ്പോർട്ടിങ്. നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ബൈ ബൈ.